കേന്ദ്ര സർക്കാരിന്റെ ഇടക്കാല ബജറ്റിൽ പ്രവാസികൾക്ക് നിരാശയാണ്. വിമാനയാത്രാ പ്രശ്നം പരിഹരിക്കാനോ ക്ഷേമ പദ്ധതികൾ ഉറപ്പാക്കാനോ ബജറ്റിന് കഴിഞ്ഞില്ല എന്നാണ് ഒട്ടുമിക്ക പ്രവാസി സംഘടനാ പ്രതിനിധികളും വിമർശിച്ചിരിക്കുന്നത്. അതേസമയം വ്യോമയാന രംഗത്തിനും സ്റ്റാർട്ടപ്പുകൾക്കുമുള്ള പരിഗണന അത് കിട്ടിയിട്ടുണ്ട്. അത് ഭാവിയിൽ ഗുണം ചെയ്യുമെന്ന് പ്രവാസി വ്യവസായികളൊക്കെ പ്രതികരിക്കുകയും ചെയ്തു. കഴുത്തറുപ്പൻ വിമാനക്കൊള്ള, വോട്ടവകാശം, വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെയും തിരിച്ചെത്തിയവരുടെയും ക്ഷേമം ഉറപ്പാക്കാനുള്ള പദ്ധതികൾ, ചികിത്സാ സൗകര്യങ്ങൾ, ഇങ്ങനെ പ്രവാസികൾക്ക് നിരവധി പ്രതീക്ഷ ബജറ്റിലുണ്ടായിരുന്നു. വിദേശത്ത് വെച്ച് മരിക്കുന്ന പ്രവാസികളുടെ മൃതദേഹം ചെലവില്ലാതെ വേഗത്തിൽ നാട്ടിലെത്തിക്കണമെന്നതും കാതലായ ആവശ്യമായിരുന്നു. പക്ഷേ ഇവയെല്ലാം ബജറ്റിൽ അവഗണിക്കപ്പെട്ടെന്നാണ് പ്രവാസികളുടെ പരാതി. പ്രവാസികളെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നത്തിലും ഈ അജണ്ടയിലില്ല, ഈ ബജറ്റിലില്ല എന്ന കാര്യം വളരെ നിരാശയോടുകൂടി ഞങ്ങൾ പറയുകയാണ്. കുറേ എയർപോർട്ടുകൾ വരുന്നുണ്ട്, കുറേ വിമാനങ്ങൾ പറക്കുന്നുണ്ട്. അതോടൊപ്പം അതിനൊന്നും പ്രവാസികളുടെ ശാശ്വതമായ ഒരു വിമാനയാത്ര സംബന്ധമായ പ്രശ്നത്തിലൊന്നും ഇടപെടുന്ന ഒരു കാഴ്ചപ്പാടും ഈ ബജറ്റിലില്ല. പ്രവാസികളെ അഡ്രസ്സ് ചെയ്യാൻ പോലും പ്രിയപ്പെട്ട ധനകാര്യമന്ത്രി അവരുടെ ഈ 5 വർഷത്തെ പ്രസംഗത്തിൽ തയ്യാറായില്ല എന്നുള്ളത് വളരെ ഏറെ പ്രതിഷേധാർഹമാണ്. അതിനെതിരെ ശക്തമായി പ്രവാസികൾ പ്രതികരിക്കേണ്ടതാണ്. വലിയ വാഗ്ദാനങ്ങളൊക്കെ പറയുമ്പോഴും പ്രവാസി സമൂഹത്തെ പാടെ അവഗണിക്കുകയും ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ താങ്ങി നിർത്തുന്നതിൽ പ്രവാസി സമൂഹം വഹിക്കുന്ന വലിയ പങ്കുകളെ മറന്നുകൊണ്ടാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. കോർപ്പറേറ്റുകളെ പ്രീണിപ്പിക്കുകയും സാധാരണ ജനങ്ങളെ കൂടുതൽ കഷ്ടത്തിലാക്കുകയും ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് എന്നതിലപ്പുറം ഒന്നും ഇതിൽ പ്രതീക്ഷിക്കാനില്ല. 2025 ഇന്ത്യ ഒരു $5 ട്രില്യൺ ഇക്കണോമിയായി മാറും എന്നുള്ള ഒരു പ്രതീക്ഷ അത് വച്ചു പുലർത്തുന്നുണ്ട്. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ തന്നെ വളരെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. പുതിയ വിമാനത്താവളങ്ങളും 1000 പുതിയ വിമാനങ്ങളും 570 പുതിയ റൂട്ടുകളും, ഇതാണ് ബജറ്റിൽ പ്രവാസികളെ പരാമർശിക്കുന്ന പ്രഖ്യാപനങ്ങൾ. റെയിൽ, വ്യോമയാന മേഖലകൾക്ക് ഇടക്കാല ബജറ്റിൽ നൽകിയ പരിഗണന ആശാവഹമാണെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി അഭിപ്രായപ്പെട്ടു. സ്റ്റാർട്ടപ്പുകൾക്കുള്ള വിഹിതത്തിൽ സന്തോഷമുണ്ടെന്ന് ആസ്റ്റർ DM ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ പ്രതികരിച്ചു. ആരോഗ്യമേഖലയ്ക്ക് കൂടുതൽ വിഹിതം പ്രതീക്ഷിച്ചിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏറ്റവും അധികം വിദേശനാണ്യം സംഭാവന ചെയ്യുന്ന പ്രവാസികളെ അവഗണിക്കുന്നത് നിരാശാജനകമാണെന്ന് ജനതാ കൾച്ചറൽ സെന്റർ ഓവർസീസ് പ്രസിഡന്റ് PG രാജേന്ദ്രൻ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ സർക്കാർ അവതരിപ്പിക്കുന്ന സമ്പൂർണ്ണ ബജറ്റിലാണ് ഇനി പ്രവാസികളുടെ പ്രതീക്ഷ. മാതൃഭൂമി ന്യൂസ്, ദുബായ്.